சந்திரனை பிடிக்கல சூரியனை பிடிக்கல ஒன்ன மட்டும் എല്ലാവർക്കും നമസ്കാരം. കുട്ടികളുണ്ടെങ്കിൽ ആദ്യം തന്നെ മടക്കി വെച്ചിട്ട് പോവുക. നിങ്ങൾ വലുതായ ശേഷം വന്ന് മാത്രം ഈ വീഡിയോ കാണുക. കാരണം വേറൊന്നുമല്ല, മാമനെന്ന് കാണിക്കാൻ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ നിങ്ങൾ നെട്ടിപ്പോ. എന്തായാലും അഡൽസ് ഉള്ളി മാത്രമാണ്, പ്രായമായവർക്കും ആയിക്കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ കാണാം കേട്ടാ. അല്ലാത്തവർ ഇത് കാണാൻ നിൽക്കണ്ട. ഇന്ന് കേരളം കത്തുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ കൗണ്ടിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന പർപ്പിളിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആരാണ് പർപ്പിൾ എന്നല്ലേ? പർപ്പിളിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പർപ്പിളിൻ്റെ അക്കൗണ്ട്. അശ്വാനി എ എന്ന് പറയുന്ന ഒരു എയും കൂടി ഇട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ പർപ്പിൾ കുട്ടി. പർപ്പിൾ കുട്ടി എന്ന് വലിയ ചർച്ചയിരിക്കുകയാണ്, ന്യൂസിൽ വരെ വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കൗണ്ടുള്ള, മാസത്തിൽ 50 ലക്ഷത്തോളം രൂപ സമ്പാദിക്കുന്ന നമ്മുടെ പർപ്പിൾ കുട്ടി ഇന്ന് വലിയ ചർച്ചാ വിഷയമാകുകയാണ്. എന്തായാലും നമുക്ക് വച്ച് താമസിക്കേണ്ട, പർപ്പിളിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. കണ്ടതിന് ശേഷം നമുക്ക് കറക്റ്റ് വിഷയത്തിലോട്ട് പോവാം. എന്തായാലും കുറച്ച് വിഷയമുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ബെല്ലടിക്കാനും മറക്കണ്ട. കാരണം ബെല്ലൊക്കെ അടിച്ച് വെക്കണം, എപ്പോഴെന്നില്ലാതെ ആവശ്യം വരും. അത്രയ്ക്ക് അർജന്റാണ്. മാമനോടൊന്നും തോന്നല്ലേ. ആരംഭിക്കാം കേട്ടോ. എന്താ പർപ്പിള ഇങ്ങനെ കളിക്കുന്നത്? കാറ്റടിച്ചു കഴിഞ്ഞാൽ പറക്കില്ലേ? അതൊന്നും പാടില്ല, തെറ്റ്. എന്തായാലും ഇത്രയും ഐശ്വര്യമുള്ള ഈ പർപ്പിൾ കുട്ടിയെ എനിക്കിഷ്ടമായി. അല്ല അങ്ങനെയല്ല, നമ്മൾ ഇതിനെതിരാണ്. പറയാൻ മറന്നു, ഞാൻ വിഷയത്തിൽ തന്നെ മാറി. എന്തായാലും സബ്സ്ക്രിപ്ഷനാണ് മെയിൻ. അതിനു മുന്നേ നമുക്ക് പർപ്പിളിനൊന്ന് പരിചയപ്പെടാം. ഇതെന്താ സംഭവം? പിന്നെന്ത്, ആയിക്കോട്ടെ. അത് പിന്നെ എനിക്കിഷ്ടമായി. എന്തോ ആദ്യത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെ ഇഷ്ടപ്പെട്ടെ. പർപ്പിൾ ചിരിയാണെന്നോ എനിക്കൊന്നും പറയാനും തോന്നുന്നില്ല. ആയിക്കോട്ടെ, എല്ലാം പർപ്പിളുടെ അനുഗ്രഹം പോലെ. പിന്നെന്ത്, ആയിക്കോട്ടെ, നല്ലതാ. കസേര കൊള്ളാം, അടുത്തിരുന്ന ടീപ്പോയും കൊള്ളാം. അടുത്ത് ഇതെന്താ? ശാര പശ്ചാത്തലത്തിൽ ജയനാണോ? ശാര പഞ്ചാരത്തില് ജയനാണോ? നോക്കാം. ചുവന്ന ബെൽറ്റ് കണ്ടില്ലേ? അടിപൊളി ബെൽറ്റ് അല്ലേ? ഞാൻ കണ്ടു. നീക്ക് എവിടെയാണോ നോക്കുന്നോ? കുതിരയുടെ കഴുത്തിൽ നോക്കണ. എവിടെയാണോ നോക്കണോ? കുതിരയുടെ കഴുത്തിൽ നോക്കണോ? ഇമ്പം പരപ്പിലൊരു കലക്കും. ഞാൻ ഇങ്ങനെയാണെങ്കിൽ കുറെ കലങ്ങും, ഇങ്ങനെയാണെങ്കിൽ കുറെ മാവും കലവും പാഴാവും. ഇനി ഷേക്ക് ഇറ്റ് ഫസ്റ്റ് ഡ്രിങ്ക് ലേറ്റർ. ആദ്യം കുലുക്കിയിട്ട് പിന്നെ കുടിക്കാനാണ് നമ്മുടെ പർപ്പിൾ പറയുന്നത്. നമുക്ക് നോക്കാം കുലുക്കുന്നത് എങ്ങനെയാണെന്ന്. മിക്കവാറും കൊക്കോകോള ആയിരിക്കും കുലുക്കുന്നത്. സന്ധിരനെ പൊടിക്കില്ലെന്നോ എന്തോന്നടാ കുലുക്കുന്നടേ? എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വന്നു. വെള്ളം, ഇങ്ങനെയാണ് വെള്ളം കുലുക്കി കുടിക്കേണ്ടത്. അല്ല, ഈ ബോട്ടിൽ ഒഴിക്കുന്ന വെള്ളം ആരും കുലുക്കി കുടിക്കുമോ? ഞാൻ വെച്ച് കൊക്കോകോള ആയിരിക്കുമെന്ന്. എന്തായാലും കുലുക്കി കുടിച്ചല്ലോ. ഷേക്ക് ഇറ്റ് ഫസ്റ്റ് പിന്നെ ഡ്രിങ്ക്. ഞാനേ കണ്ടുള്ളൂ. എന്തായാലും കൊള്ളാൻ പർപ്പിലോട്ടെ. എനിക്ക് നാടൻ പെൺകുട്ടിയാണ് ഇഷ്ടം. ഓക്കെ, നാടൻ. ഇത് നാടനാണ്, ബ്രോയിലറാണ് ഇത്? നെക്സ്റ്റ് ഡേ. ഓക്കെ, ആയിക്കോട്ടെ. ഇങ്ങനെയാണ് കുറെ പർപ്പിളിന്റെ കുറെ റീലുകൾ. പർപ്പിൾ റീൽ ഒരു കല തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇതെന്താ മാങ്ങ പറിക്കണ? എന്തായാലും കൊള്ളാം. ഇത്രയും നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി. അയ്യോ, കണ്ടാ പറയോ എവിടെയാണ് സ്ഥാപനം? ഞാൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് സത്യം പറഞ്ഞൊന്നും പിടികിട്ടുന്ന പോലുമില്ല. എന്തായാലും നമുക്ക് ഈ പെൺകുട്ടിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സുഹൃത്തുക്കളെ. 10.8K സബ്സ്ക്രൈബേഴ്സ്, 40 ലക്ഷം ഏർണിങ്സ് ആണ് മന്ത്ലി ഇൻസ്റ്റാഗ്രാം വഴി ഉണ്ടാക്കുന്നത്. സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം, ഇതുപോലെയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യില്ലടേ. കാരണം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എല്ലാവളുമാരും കൂടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. ഇവിടെ ന്യൂസ് ചാനൽ വരെ അടക്കം എടുത്തു വെച്ചിട്ട് അടിച്ചു വിടുകയാണ്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു തരാം. സബ്സ്ക്രൈബേഴ്സ് ടു പർപ്പിൾ 10.8K സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. നല്ലോണം ഉണ്ട്. ചുമ്മാ അല്ല, നാട്ടുകാരെല്ലാം കൂടി അതിൻ്റെ അകത്ത് പോയിരിക്കുന്ന 390 രൂപ മാസം ഒരാളെ എന്ന്. അങ്ങനെയാണ് 40 ലക്ഷത്തിന് പുറത്ത് വരുമാനം ഇൻസ്റ്റാഗ്രാമിൽ ഈ അപരാധം വഴി ഉണ്ടാക്കുന്നത്. അശ്വാനി എ നോൺ അസ് പർപ്പിൾ എന്തോ സംഭവം ഹാസ് റിപ്പോർട്ട്ലി ബിക്കം വൺ ഓഫ് ഇന്ത്യസ് ടോപ്പ് സബ്സ്ക്രൈബേഴ്സ് ഇൻഫ്ലുവൻസർ. അത് കിഴങ്ങണടാ, ഇമാതിരി അപരാധം കാണിക്കുന്നതിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ നാളെ പോലെ ഞാനും തുടങ്ങാം സബ്സ്ക്രിപ്ഷൻ. എല്ലാവരും ഒന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. ഞാൻ ഒരു ജെട്ടി എടുത്തിട്ട് 2 തുള്ളക്കം തുള്ളടാ, വന്നിരുന്ന് കാണാടാ, എനിക്കും പൈസ ആടാ. എന്തോന്നാ ഇത് ഇൻഫ്ലുവൻസർ ഒന്നും അല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കണം നീ എന്ത് അർത്ഥത്തിലാണ് ഇതിനെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട്. എനിക്കത് കത്തിയില്ല ഇതുവരെ. മന്ത്ലി ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രൈബേഴ്സ് ഏണിംഗ് ഓവർ 40 lakh per month, ഹൈലൈറ്റിംഗ് ദ റൈസിംഗ് പവർ ഓഫ് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ. എന്തായാലും കൊള്ളാം, നല്ല പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. കുറേ മാവും കടലാസും ഉപ്പും കടലയൊക്കെ ചിലവാകും ഇങ്ങനെ പോയാൽ. 10,800 × 390 42 ലക്ഷമേ ഉള്ളൂ. ദിവസം 12 മണിക്കൂർ പണി ചെയ്ത് മാസം 20,000 രൂപ ശമ്പളമുള്ള ഞാൻ. ഇതുപോലെയുള്ള ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന നമ്മളുടെ അവസ്ഥ. ചേച്ചി വന്നിട്ട് 2 കറക്കൽ 2 ഊരല് 2 വാരല്, ഇതോടെ മാസം കിട്ടുന്ന 42 ലക്ഷം രൂപ. അയ്യോ, എന്തായാലും സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടുള്ളവന്മാരൊക്കെ സമ്മതിച്ചേട്ടാ. വീട്ടിൽ നീ ഒരുത്ത ചാവാൻ കിടന്നാൽ ലാസ്റ്റ് ആയിട്ട് 20 രൂപ വെള്ളം പോലും വാങ്ങിച്ചു കൊടുക്കൂല. പക്ഷെ ചേച്ചിയുടെ കാണാനായിട്ട് സബ്സ്ക്രിപ്ഷൻ മെയിൻ കളിക്കടാ കൂട്ടാക്കുമാരെ. എന്തായാലും ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണിത്. ചേച്ചി ഹൈലൈറ്റ് ആയിട്ട് എന്തൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പോട്ട്, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. ഇനി ചേച്ചി ഇന്നലെ കുംഭമേള വരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണോ എന്താ ദേവിയെ കാണാൻ പ്രാർത്ഥിക്കാനാണെന്നൊക്കെ പറഞ്ഞ് 42 ലക്ഷമൊക്കെ മാസം തരുന്നില്ലേ, അതിന്റെ നന്ദി കാണിക്കാനായിരിക്കും ചേച്ചി എത്തിയത്. കാണാം. എന്തുവാടേ ചേച്ചിക്ക് ഓളിയില്ലേ? ചേച്ചി അങ്ങനെ പറ്റൂല. ചേച്ചി ഓളിയത്തോടെ ഞാൻ കേൾപ്പിക്കത്തുള്ളൂ. വാ കുട്ടി വാ. അതെ അതെ കണ്ടോളൂ, കണ്ടോളൂ. ഒന്നുകൂടി പ്രാർത്ഥിക്കും. നല്ലതായത് 2-3 വട്ടം പ്രാർത്ഥിക്കണം. മാസം 42 ലക്ഷത്തോളം കിട്ടുകയല്ലേ. ഒരു 5-6 വട്ടം പ്രാർത്ഥിച്ചാലും ഒന്നും സംഭവിക്കാനില്ല. നല്ലോണം പ്രാർത്ഥിച്ചോ, അത്യാവശ്യമാണ് പ്രാർത്ഥന. ഓ എന്താ നല്ല വിശേഷം. അതെ ഇന്ന് 10K സബ്സ്ക്രൈബേഴ്സ് അതിന്റെ സന്തോഷത്തിലാണ്. ഇപ്പൊ തന്നെ 42 ലക്ഷം കഴിഞ്ഞു. എന്നാൽ റീസെന്റ് ഞാൻ നോക്കിയപ്പോൾ 13K കഴിഞ്ഞ് 19 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. മാസം 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകാൻ പറ്റുമായിരിക്കും. പർപ്പിളിന് കുഴപ്പമില്ല. പർപ്പിളെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാം. നടന്നു വരുന്ന നടത്തം കണ്ട ഇത്രയും ലക്ഷങ്ങൾ സമ്പാദിക്കണം എന്നുള്ള എന്തെങ്കിലും ജാടയുണ്ട? എവിടെ ഒരു അഹങ്കാരമില്ല. കല്ല് സൂക്ഷിക്കണം. അങ്ങനെയൊന്നും വീഴത്തില്ല. അങ്ങനെയൊന്നും നമ്മുടെ പർപ്പിളോട്ടി വീഴത്തില്ല. അത്രയ്ക്ക് എന്താ ബാലൻസ്ഡ്. എവിടെ കൊണ്ട് വെക്കുന്നുണ്ട്? കമപ്രാന്തന്മാരെല്ലാം കൂടി അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാക്കാണ്ട്. ഇനി നമ്മുടെ പർപ്പിളോട്ടിയുടെ കുറച്ച് സ്റ്റോറീസ് ഞാനൊന്ന് കൊടുക്കാം. സൂപ്പർ സ്റ്റോറീസാണ്. സബ്സ്ക്രൈബ് ടു എന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഓരോരുത്തന്മാർ അയച്ചിട്ടുള്ള മെസ്സേജ് ചേച്ചി എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഗുഡേഴ്സ് എനിക്കും റിപ്ലൈ. അവന് റിപ്ലൈ കിട്ടിയ സന്തോഷത്തിലാണ്. ഭഗവതി ലുക്ക്. പിന്നെ മാം കണ്ടന്റ് എല്ലാം അടിപൊളി. വോട്ട് സബ്. ചേച്ചിയാണെങ്കിൽ ഹാപ്പി മൂഡിലുമാണ്. പ്ലീസ് ചെക്ക് മൈ സ്റ്റോറി. ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ഫോർ യു. എന്തായാലും കൊള്ളാം. അവൻ വോർത്ത് സബ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ അവൻ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. ചേച്ചി അനുഗ്രഹിച്ചിരിക്കുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ യുവർ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഓഫീസിൽ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടി. താങ്ക് യു ഡാ. ഈ ഓഫീസിൽ നിനക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഞാൻ ഇടയിൽ പർപ്പിളിന്റെ വീഡിയോ കണ്ടിട്ടാടാ നീ വിടുന്നത്. വാണമേ. സോറി റോക്കറ്റ് ആണോ കുട്ട? പർപ്പിള് ആണോ കുട്ട? ആടാ മുത്ത്. പിന്നെ ലവ് ഡാ. ഒന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം, താങ്ക്സ് ഡാ. ഞാൻ 2 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. നീ കണ്ടുവിടുന്നതോ വിടുന്നു. വേറെയും പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ കൊടുത്ത് ഇങ്ങോട്ട് കയറ്റിയിട്ട് നീ വല്ല കമ്മീഷൻ അടിക്കണത്? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാ. പെയിൻ കില്ലർ മോർ ദാൻ 10 times വാച്ച്ഡ് as of now. ഓഫ് നമ്മുടെ പർപ്പിള് തീയിട്ട് കൊടുത്ത് ഓടണം. ഓഫ് ലവ്. അതല്ല ഓഫ്. നേരിട്ട് കാണാനുള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? പാവം നമ്മുടെ കഴപ്പോളിയാണ് കേട്ടോ. പെയിൻ കില്ലറാണ്. നേരിട്ട് കാണാനുള്ള സബ്സ്ക്രിപ്ഷൻ വല്ലതും ഉണ്ടോന്നാണ് നമ്മുടെ മോൻ ചോദിക്കുന്നത്. ചേച്ചിയാണെങ്കിൽ പൊളിക്ക് തന്നെ ഒരേ തീ. ബ്ലൂ സാരിയിൽ ചേച്ചി കിടിലൻ ലുക്കാണ്. അതിലൊരു റീൽ കൂടെ ചെയ്യാവോ? സജഷൻ എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു വിഷ് എന്ന് വേണേൽ പറയാം. വോയിസ് കേട്ടു. നെഗറ്റീവ്സ് പറയുന്നവർ പറയട്ടെ ചേച്ചി. നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും. അതെനിക്ക് മനസ്സിലായി. നീക്ക് എല്ലാം കൂടെ കഴപ്പന്മാരെല്ലാം കാണുമെന്ന്. ചെയ്യാം. പിന്നെ നെഗറ്റീവ് അതും വേണം. അതെ, നെഗറ്റീവും ചേച്ചിക്ക് വേണം. ചേച്ചിക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. താങ്ക്സ് ചേച്ചി.
ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒന്ന് പവറായി. പൊളിക്ക് നോ റിപ്ലൈ. അയ്യോ പവർ ആവട്ടേടാ. എന്തോടാ നിനക്ക് പവർ ആവട്ടേടാ. എന്നാലും ഉഷാറാവൂ. നിനക്ക് പവർ വരട്ടെ. അത്രേ ഉള്ളൂ. ലവ് യുവർ കണ്ടന്റ്. ഓഫീസിൽ വന്ന് ബോറടിയാ. ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ബോറടിക്കുമ്പോൾ ചേച്ചിയുടെ പവർ വരട്ടേടാ. ചേച്ചിയുടെ പവർ കണ്ടുകൊണ്ടാണ് അവൻ പവറേഷ് ആകുന്നത്. ഹായ്, കുറെ ആയിട്ട് ചെയ്യാനൊന്ന് നോക്കുന്നു, ഇപ്പോൾ ചെയ്തു, ഹാപ്പിയായി, അടിപൊളിയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. മുത്തേ താങ്ക് യു, ലവ് യു പർപ്പിൾ ചേച്ചിയെ. ഹായ് ഡിയർ, ലവ് യു ഡിയർ. ഒരു രക്ഷയുമില്ല മുത്തേ. സബ് ലവ് യു, താങ്ക് യു ഡിയർ, ലവ് യു, താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് മീ. എടാ സബ് അടിപൊളിയായിട്ടുണ്ട്. മോർണിംഗ് നിന്നെ കാണുമ്പോൾ തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആണ്. ഇത്രയും സബ് ഉള്ളപ്പോൾ പോലും നീ മെസ്സേജ് റിപ്ലൈ തരുന്നില്ലേ? അതാണ് നിന്നെ കൂടെ അങ്ങ് ചേർത്ത് നിർത്തുന്നത്. മൈ പർപ്പിൾ ബ്യൂട്ടി. പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്നെ എടാ പറ്റുന്ന പോലെ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉമാരെല്ലാം ഉണ്ടെങ്കിലല്ലേ ചേച്ചിക്കും എല്ലാം ചിക്കിളി തടയത്തുള്ളൂ. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ചേച്ചി എന്നാലും ഇത്രയും സബ്സ്ക്രിപ്ഷൻ്റെ ഇടയിൽ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കൊടുക്കുന്ന മനസ്സ് കണ്ടില്ലെന്ന് നടിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ അവന്മാർക്ക് രണ്ടും എണ്ണം പോവും. സബ് കണ്ട് പോകുന്നതിനേക്കാളും ഉപരി എൻ്റെ ചക്കര മുത്തിന് എന്തുണ്ടേലും വന്ന് തുറന്ന് സംസാരിക്കാം. അത് കേൾക്കാൻ ഞാനുണ്ടാകും. കാശിന് ബുദ്ധിമുട്ട് വരില്ല എന്നറിയാം. പക്ഷെ നമുക്കൊരു ലോൺലൈസ് ഓർ വിഷമം ഷെയർ ചെയ്യാൻ ചിലപ്പോൾ എല്ലാവരും ഉണ്ടേലും നമ്മളെ കേൾക്കാൻ ഒരാളെങ്കിലെങ്കിൽ ഭയങ്കര വിഷമം വരും. എൻ്റെ മുത്തുമണിക്ക് എങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നറിയാം. ഇൻ കേസ് ആരും ഇല്ലെന്ന് വന്നാൽ എന്നെ ഓർക്കാം. എപ്പോഴും കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബർ ഇന്ന് മേൽ കൂട്ടത്തിൽ ഒരാളായി കൂടെ ഉണ്ടാകും. ഗുഡ് ഈവനിങ് സ്വീറ്റ് ആർട്ട്. ചായ കുടിച്ചോ? താങ്ക് യു സോ മച്ച് ഡാ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഡാ. ഓയാടാ പല്ലി അടിക്കണടാ. ഹായ്, പുതിയ സബ്സ്ക്രൈബറാണ്. വീഡിയോസ് എല്ലാം പൊളി. താങ്ക് യു മുത്തേ. ഒഴിവാണ്. അയ്യോ ഹായ് മാം, വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഇൻ യുവർ സബ്സ്ക്രിപ്ഷൻ വെൻ വൈ സഡൻ വൈറൽ എവരിവെയർ വാട്ട് ഹാപ്പൻ മാം? താങ്ക് യു. ഐ ആം സബ്സ്ക്രൈബ്ഡ്. എല്ലാം നാളെ இருக்கு. இனி நான் சப்ஸ்கிரிப்ஷன் ட்ராப் பண்ண மாட்டேன். மந்த்லி ஐ வில் டூ யூ சப்ஸ்கிரிப்ஷன் ஒன்லி ஃபார் யூ. லவ் ஃப்ரம் தமிழ்நாடு. தேங்க் யூ ஸோ மச் அண்ணா. அண்ணா தமிழண்ணா. அண்ணனுக்கு கொடை பொங்கிடுச்சே. அண்ணா எப்படி இருக்கே? ചേച്ചിയുടെ വീഡിയോ ഒന്നും ഒരു രക്ഷയില്ല. അടിപൊളി. വീട്ടിൽ വന്ന് ഇരുന്നേ പിന്നെ ഒന്ന് റിലാക്സ്. എപ്പോഴും സബ്സ്ക്രിപ്ഷൻ പക്ക വർത്താണ്. താങ്ക് യു മുത്തേ. ഇനി ഒരു കഴപ്പുണ്ട്. വോയിസ് കേൾക്കാം നമുക്ക്. ചേച്ചി എന്നെ വിട്ടതാ. താങ്ക് യു അക്ക. റിപ്ലൈ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം തന്നെ 10K മേളിലായിട്ട് സബ്സ്ക്രൈബ്. എല്ലാവർക്കും കൂടെ റിപ്ലൈ കൊടുക്കാൻ പറ്റൂലെന്ന് നമുക്കറിയാം. പിന്നെ സബ്സ്ക്രൈബൊക്കെ കൊള്ളാം. സ്വന്തം അക്കൗണ്ട് വഴി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് എൻ്റെ സ്വന്തം രണ്ടാമത്തെ അക്കൗണ്ടാണ്. ഫോട്ടോയൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. സബ്സ്ക്രൈബൊക്കെ കൊള്ളാം. പിന്നെ കൊല്ലത്ത് വന്ന കാര്യമൊന്നും നമ്മൾ അറിഞ്ഞില്ല. എല്ലാവരും കാണാമായിരുന്നു. മനസ്സിലായി നിന്റെ ഉദ്ദേശം. എന്തായാലും മാക്സിമം കൊടുക്കും. എനിക്ക് മനസ്സിലായി കൊടുക്കുമെന്ന്. അയ്യോ അതിനെ ഓർമ്മിപ്പിക്കില്ലേ. ലാസ്റ്റ് റെനാസുനൊക്കെ അറിയുന്നു. നമ്മുടെ ഇവളുടെ സബ്സ്ക്രിപ്ഷൻ 13,000 സംതിങ് ആയി. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ആരുടെ പർപ്പിളുടെ ഇത്രയും കഴപ്പന്മാർ ഇവിടെ കൂടുകെട്ടി കിടക്കണമല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കേടാ, ഇപ്പം ഞാൻ നല്ലവനെന്നോ അല്ലെങ്കിൽ തുണ്ട് കാണാത്തവനെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ പൈസ കൊടുത്ത് പോയിട്ട് തുണ്ട് കാണും ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാൻ പോകുന്നില്ല. അത് എനിക്കിവിടെ കാണാൻ സാധിച്ചു. 390 രൂപ മാസം ഒരുത്തിക്ക് വേണ്ടിയിട്ട് മുടക്കി അവൾ കാണിക്കുന്ന അല്ലറ ചില്ലറ പൊടിക്കൈകളും കണ്ടും കൊണ്ടിരിക്കുന്ന കുറെ കേട്ട കഴങ്ങന്മാർ. 1707 സബ്സ്ക്രൈബർ. എന്തൊരു രേണുസുതി നീ ഇങ്ങനെ. മറ്റവളൊക്കെ പറക്കുന്നുണ്ടാ പർപ്പിള്. അതിനെ വെച്ച് നോക്കുമ്പോൾ നീ വെറും തീട്ട ഉള്ള കാര്യം പറയാമല്ല. നിന്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ഇനി മൈൻഡ് പോലെ 199 നിനക്ക് ഉളുപ്പില്ലേ? മറ്റുള്ള 390 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നീക്ക് ഇങ്ങനെ നടന്നോ ചുമ്മാ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കാനായിട്ട്? ഒന്നുമില്ല, കഷ്ടം. വെറും പുച്ഛം. രേണുസുതിയൊന്നും ഒന്നുമില്ല. എന്തായാലും പർപ്പിൾ 13,000 സബ്സ്ക്രൈബറായി. ഞാൻ കണക്ക് നോക്കിയപ്പോൾ തന്നെ എല്ലാം കൂടി വന്നപ്പോൾ ഏതാണ്ട് 50 ലക്ഷം കഴിഞ്ഞടേ. ഇതൊക്കെ എന്തോ ദൈവത്തിനറിയാം. എന്തായാലും പർപ്പിൾ പൊളിക്കുക തന്നെയാണ്. സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം. ഇവരെ പോലെയുള്ളവരും സപ്പോർട്ട് ചെയ്യരുത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇവരൊക്കെ നാളെ ഇങ്ങനെ ഇവരെ പോലെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇനി വരുന്ന പെൺകുട്ടികളടക്കം ഇതുപോലത്തെ വഴിയിലോട്ട് പോകും. കാരണം ഇങ്ങനത്തെ ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് ഇവിടെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ ഇത്തരം രീതിയിൽ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ അത്രേ പറയത്തുള്ളൂ. ഇതിപ്പോൾ എന്തോ വലിയ സംഭവം പോലെയൊക്കെയാണ് ഓരോ പേജുകളും ഓരോ മീഡിയ ചാനലുകളൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്നത്. അതായത് കേരളത്തിലെ ആദ്യത്തെ മറ്റേ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷനുള്ള
ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ എടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് ഇവർ കാണിക്കുന്നത് നല്ല മറ്റേ ആചാര പരിപാടിയൊന്നും അല്ല, എല്ലാം ടോപ്പ് പരിപാടിയാണ് അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്തുപാടാണ് ഇവിടെ നടക്കുന്നത്? ഓരോ ദിവസം കൂടുന്തോറും ഈ നാട് നശിച്ച് നാറാണത്താവുന്നു. അപരാധങ്ങൾ കാണിക്കുന്നതിനെയും ഇമാതിരി അപരാധികളെയൊക്കെ പിടിച്ചിട്ട് എന്തോ വലിയ സംഭവമാക്കി ഇവിടെ വാഴ്ത്തിപ്പാടുന്നു, ചർച്ച ചെയ്യുന്നു. എന്തുവാ ഇത്? ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മിക്ക കമന്റ്സും വരുന്നത്, ചർച്ചാ പോസ്റ്റുകളൊക്കെ വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്രയും സബ്സ്ക്രിപ്ഷൻ ഉള്ള വേറെ ആരുമില്ല, ഇൻഫ്ലുവൻസർ ആണ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം അധപ്പതിച്ചു പോയി നമ്മുടെ നാട്ടുകാരും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ വീഡിയോസ് ഞാൻ കാണിച്ചു, ഇത് സാധാ നോർമൽ റീൽസ് ആണ്. സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപരാധമാണ് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അത് ആ ഫ്രണ്ടിൽ ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുള്ള കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലേ. ഇനി ഇവർക്ക് ഇനാഗുറേഷൻ അത് ഇത് ചിലപ്പോൾ ഇനി ബിഗ് ബോസിൽ സീറ്റ് കിട്ടും, പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ സൊസൈറ്റി ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തെടുക്കുകയാണ്. നാളെ നമ്മുടെ വീട്ടിലുള്ള പെങ്ങന്മാരോ ഭാര്യമാരോ മക്കളോ ആരെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഒരു വഴിയിലോട്ട് ട്രാക്കിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇവിടെ പണം ഉണ്ടാക്കണം, അതിനുവേണ്ടി എന്തും പോക്കരുത്തനോ അപരാധനോ കാണിച്ചാകരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്, സബ്സ്ക്രിപ്ഷൻ അതും ഇതൊക്കെ എടുത്തിട്ട് അപരാധങ്ങൾ കാണിക്കുന്ന. വേറെയും പല പെണ്ണുങ്ങളുണ്ട്, ഏതോ ഒരു സ്റ്റോറി ഓഫ് സാറ ഉണ്ട്, ഇങ്ങനെ കുറേ എണ്ണുണ്ട്. ഇതൊക്കെ കുറെ അപരാധിത്തനങ്ങളാണ് ഇതിൻ്റെയൊക്കെ അകത്ത് വന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ, അഴിഞ്ഞാട്ടങ്ങൾ. ഇങ്ങനെയുള്ള അപരാധിത്തനങ്ങൾ കാണിക്കുന്നതിനൊക്കെ എങ്ങനെയാണ് ഈ സൊസൈറ്റിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്? എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ അതാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിടുന്നത്? വലിയൊരു ന്യൂസ് ആക്കുന്നു, ചർച്ചയാക്കുന്നു. എന്തോന്നടേ പർപ്പിൾ അതിലും കോമഡി. ഇതൊരു സംഭവം അവർക്ക് 10K അടിച്ച സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ന്യൂസ് വൈറലായി സ്കിപ്പായി ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയപ്പോൾ നേരെ അത് കുതിച്ചുയർന്നു സബ്സ്ക്രിപ്ഷൻ 13K. ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പണം കിട്ടുന്നതുകൊണ്ടുള്ള അസൂയ കാര്യങ്ങളൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. എനിക്കെന്താ അവർക്ക് പൈസ കിട്ടിയ അവർക്ക് കൊള്ളാം. പക്ഷേ ഇതുപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നാളെ നമ്മുടെ സൊസൈറ്റിയിലും ഇതുപോലെ ഉള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒക്കെ പുറത്ത് ഇതുപോലെ ചാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്, അവർക്ക് ഇതൊക്കെ കണ്ടിട്ടാണ് ഇന്നത്തെ കാലത്ത് വളരുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് കുട്ടികളടക്കം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ കാണുന്ന സമയത്ത് അവരൊക്കെ വിചാരിക്കും, കാരണം പിള്ള മനസ്സുകളാണ്. അപ്പോൾ അവർ ഈ കുട്ടിക്കാലം മുതലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വൈറലാവാം, ഇവിടെ നമ്മളെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള ചിന്ത കുട്ടികളുടെ മനസ്സിൽ ഇൻജക്റ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ വളരുമ്പോൾ അവരിതുപോലെ അങ്ങ് നാറാണത്താകും, പിന്നെ തൊലയും, ഈ നാട് നശിക്കും. എല്ലാ പെമ്പിള്ളാരും ഒന്നല്ല, പെമ്പിള്ളാരൊക്കെ ഇങ്ങനെ അങ്ങ് പോവും, തൊലഞ്ഞ് നാറാണത്തായി. നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യില്ല. ഒരുപാട് സപ്പോർട്ടീവ് ചെയ്യുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് തെറി വിളിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് ഈ രണ സുനേര കേസലായി ഞാൻ അത് തന്നെയാണ് പറയുന്നത്. സപ്പോർട്ട് ചെയ്യില്ല. എന്താ അപരാധത്തോ കാണിച്ചുകൊണ്ട് പോട്ടെ, ഇവരൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഉദ്ഘാടനങ്ങൾക്ക് അതിനും ഇതിനുമൊക്കെ വിളിച്ചിട്ട് പബ്ലിക്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ആൾക്കാർ ചിരിച്ച് കളിച്ച് സംസാരിച്ച് അക്സെപ്റ്റ് ചെയ്ത് ഇവരെയൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഞാനതേ പറയത്തുള്ളൂ, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നമ്മളിത് എത്ര സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. കഴപ്പന്മാർ ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടുള്ള കുറേ കഴപ്പന്മാരുണ്ട്. യുവമാർ വീട്ടിൽ ഒരു നേരത്തെ അരി ഉണ്ടോന്ന് പോലും നോക്കൂല. സ്വന്തം അമ്മ ചാവാൻ കിടന്നാൽ അവർക്കൊരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കത്തില്ല. അല്ലെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യെങ്കിൽ അവരൊന്നും ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകത്തില്ല. പകരം ഇതുപോലെയുള്ള അപരാധങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൈസയുടെ കുത്തിക്കഴപ്പുകൾ. നീയൊക്കെ നിന്റെ പൈസ കൊണ്ടുള്ളത്, എനിക്കതൊന്നുമില്ല. പക്ഷേ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് സൊസൈറ്റിയിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരരുത്. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരു അപരാധികളെയും സപ്പോർട്ട് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. ഞാൻ ആദ്യം ചുമ്മാ ചിരിച്ച് കളിച്ച് ചെയ്തതന്നേ ഉള്ളൂ വീഡിയോ. പക്ഷേ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഞാൻ ഇന്നലെ കണ്ട സമയത്ത് ഞെട്ടിപ്പോയി. ഇവർക്കൊക്കെ ഇത്ര അക്സെപ്റ്റൻസിയോ? എന്തുവാണ്? വളർന്നു വരുന്ന കുട്ടികളടക്കം ഇപ്പോൾ കുറേ പേര് പറയും, നീ മറ്റേ ആന തേങ്ങ ഡയലോഗൊന്നും അടിക്കണ്ട. എടാ, നാളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഇതുപോലെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് ആ വിഷമം കണക്റ്റ് ആവത്തുള്ളൂ. ചിന്തിച്ചു നോക്ക്, ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന്. ഇനി എന്നിട്ട് കോടാലി എടുത്ത് തന്നെ അറിയാൻ നോക്ക് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം.